വഖഫ് കേസിൽ നിലപാട് മാറ്റി ഭൂമി വഖഫ് ചെയ്ത സിദ്ദിഖ് സേഠിന്റെ ചെറുമക്കൾ. മുൻപത്തെ ഭൂമി വഖഫ് അല്ല എന്നാണ് സിദ്ദിഖ് സേഠിന്റെ ചെറുമക്കളുടെ അഭിഭാഷകൻ വഖഫ് ട്രിബ്യൂണലിനെ അറിയിച്ചിരിക്കുന്നത്. മുൻപത്തെ ഭൂമി വഖഫാണെന്നും തിരിച്ചെടുക്കണമെന്നും വഖഫ് ബോർഡിൽ ഹർജി നൽകിയ സിദ്ദിഖ് സേഠിന്റെ മകൾ സുബൈദയുടെ മക്കളാണ് ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത്. ഭൂമി വഖഫല്ല എന്ന് ഫാറൂഖ് കോളേജിന് വേണ്ടി ഹാജരായ അഭിഭാഷകരും ട്രിബ്യൂണലിന് മുൻപാകെ വാദിച്ചിരുന്നു. ഭൂമി ഫാറൂഖ് കോളേജിന് രജിസ്റ്റർ ചെയ്ത് നൽകിയപ്പോൾ ഭൂമിയുടെ ക്രയവിക്രയം ഫാറൂഖ് കോളേജിന് പൂർണ്ണമായും നൽകിയതായും പരാമർശമുണ്ട്. മാത്രമല്ല, ശേഷിച്ച ഭൂമി ഉടമസ്ഥർക്ക് തിരികെ ലഭ്യമാക്കാനും വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിനാൽ ഈ പരാമർശങ്ങൾ ഭൂമി വഖഫ് അല്ല എന്നതിന് തെളിവാണ് എന്നാണ് സുബൈദയുടെ മക്കളുടെ അഭിഭാഷകൻ വാദിച്ചത്. അതേസമയം സിദ്ദിഖ് സേഠിന്റെ 2 മക്കൾ മുൻപത്തെ ഭൂമി വഖഫാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. വഖഫ് ആധാരത്തിൽ 2 തവണ വഖഫ് എന്ന് പരാമർശിച്ചതും ദൈവനാമത്തിൽ ആത്മശാന്തിക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞതും ഉന്നയിച്ച ഭൂമി വഖഫ് തന്നെയാണ് എന്നായിരുന്നു വഖഫ് ബോർഡ് കഴിഞ്ഞ ദിവസം വാദിച്ചത്. എന്നാൽ ക്രയവിക്രയ സ്വാതന്ത്ര്യവും തിരിച്ചെടുക്കാനുള്ള നിബന്ധനയും ഉള്ളതിനാൽ ഭൂമി വഖഫായി പരിഗണിക്കാനാവില്ല എന്ന് ഫാറൂഖ് കോളേജിനായി ഹാജരായ അഭിഭാഷകർ വാദിച്ചു. ഫാറൂഖ് കോളേജ് മതജീവകാരുണ്യ സ്ഥാപനം അല്ലാത്തതിനാൽ ഭൂമി നൽകിയതിനെ വഖഫായി പരിഗണിക്കാനാവില്ല എന്നായിരുന്നു മുനമ്പം നിവാസികളുടെ വാദം. മുനമ്പം വഖഫ് ഭൂമി കേസിൽ കഴിഞ്ഞ ദിവസം കക്ഷി ചേർന്ന മുനമ്പം നിവാസികൾക്ക് വേണ്ടി അഭിഭാഷകൻ എതിർ ഹർജി നൽകി. ഹർജിക്കാരായ ഫാറൂഖ് കോളേജിന്റെയും എതിർകക്ഷികളുടെയും വാദം കേട്ട ട്രിബ്യൂണൽ കൂടുതൽ വാദം കേൾക്കാൻ കേസ് ബുധനാഴ്ചത്തേക്ക് മാറ്റിയിരുന്നു. മുനമ്പം ഭൂമി വഖഫാണോ അതോ ഫാറൂഖ് കോളേജിന് സ്ഥലമുടമകൾ ഉപഹാരം എന്ന നിലയിൽ നൽകിയതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനായാണ് ട്രിബ്യൂണൽ വാദം കേൾക്കുന്നത്. സിദ്ദിഖ് സേഠിന്റെ നിലപാട് മാറ്റം ഫാറൂഖ് കോളേജിനും മുനമ്പം നിവാസികൾക്കും സഹായകമാകും. ഇതുവരെയുള്ള നടപടികളിൽ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന നിലപാട് സ്വീകരിച്ചവർ അതിൽ നിന്ന് മാറിയതിനെ ട്രിബ്യൂണൽ എങ്ങനെ കാണും എന്നതും പ്രധാനമാണ്. ഭൂമി ഫാറൂഖ് കോളേജിന് രജിസ്റ്റർ ചെയ്ത് നൽകിയപ്പോൾ ഭൂമിയുടെ ക്രയവിക്രയം പൂർണ്ണമായും നൽകിയതായി പരാമർശമുണ്ട്. മാത്രമല്ല, ശേഷിച്ച ഭൂമി ഉടമസ്ഥർക്ക് തിരികെ ലഭ്യമാക്കാനും വ്യവസ്ഥയുണ്ടായിരുന്നു. അതിനാൽ ഈ പരാമർശങ്ങൾ ഭൂമി വഖഫ് അല്ല എന്നതിന് തെളിവാണ് എന്നായിരുന്നു സുബൈദയുടെ മക്കളുടെ അഭിഭാഷകന്റെ വാദം. സിദ്ദിഖ് സേഠിന്റെ 2 മക്കൾ മുനമ്പത്തെ ഭൂമി വഖഫാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. മുനമ്പം വേളാങ്കണ്ണി കടപ്പുറത്തിന് ചുറ്റുവട്ടത്തുള്ള ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കങ്ങളുടെ ചരിത്രം ആരംഭിക്കുന്നത് 1902-ലാണ്. 1865 കാലഘട്ടത്തിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാൾ ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ജനങ്ങൾക്ക് കൃഷി ചെയ്യാൻ സ്ഥലം എഴുതി നൽകും എന്ന വിവരമാണ് ആ പണ്ടാരപ്പാട്ടം വക വിളംബരത്തിലൂടെ അറിയിച്ചത്. അങ്ങനെ 1902 കൊച്ചിയിലെത്തിയ ഗുജറാത്തുകാരനായ അബ്ദുൽ സത്താർ സേഠ് വിളംബര പ്രകാരം ആ പ്രദേശത്തെ 404 ഏക്കർ സ്ഥലം എഴുതി വാങ്ങി. അക്കാലത്ത് അവിടെ 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ താമസിച്ചിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 1948 സത്താർ സേഠ് ആ ഭൂമി തന്റെ പിൻഗാമിയായ സിദ്ദിഖ് സേഠിന്റെ പേരിൽ എഴുതി വെച്ചു. 2 വർഷത്തിന് ശേഷം, അതായത് 1950 അദ്ദേഹം മുനമ്പത്തെ ഭൂമി കോഴിക്കോട് ഫാറൂഖ് കോളേജിന് വഖഫ് ചെയ്തു നൽകി. 1 ലക്ഷം വെച്ചുകൊണ്ടുള്ള ദാനം എന്നതാണ് വഖഫ് കൊണ്ട് അർത്ഥമാക്കുന്നത്. മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആ നീക്കം. കോളേജിന് ഈ ഭൂമി ആവശ്യമല്ലാതെ വരുന്ന കാലത്ത് സിദ്ദിഖ് സേഠിനോ അദ്ദേഹത്തിന്റെ പിൻഗാമികൾക്കോ ഭൂമി തിരിച്ചു നൽകണം എന്ന വ്യവസ്ഥയും കൈമാറ്റ സമയത്തുണ്ടായിരുന്നു. അങ്ങനെ 1951 ഫാറൂഖ് കോളേജ് പട്ടയം വാങ്ങി പോക്കുവരവ് ചെയ്ത ഈ ഭൂമി സ്വന്തമാക്കി. തുടർന്ന് 1962 അവിടെ താമസിച്ചിരുന്നവരെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം നടത്തി എങ്കിലും പ്രതിഷേധം ഉയർന്നതോടെ കേസ് കോടതിയിലെത്തി. എന്നാൽ നാട്ടുകാർക്ക് അനുകൂലമായാണ് കോടതി വിധി വന്നത്. ഇതുകൊണ്ടൊന്നും ശ്രമം അവസാനിപ്പിക്കാൻ ഫാറൂഖ് കോളേജ് അധികൃതർ തയ്യാറായിരുന്നില്ല. അതിനാൽ 1967 അവർ സബ് കോടതിയിൽ അപ്പീലിന് കൊടുത്തു. തുടർന്ന് 71 മുനമ്പത്തെ ഭൂമി ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ടതാണ് എന്ന് കോടതി വിധിക്കുകയായിരുന്നു. എന്തായാലും ഇനി കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന നിലപാട് വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു വഖഫ് ഭൂമി അല്ല എന്ന ഒരു നിലപാട് മാറ്റം ഇക്കൂട്ടർ എടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.